ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ബോൺ നത്താലെ അരങ്ങേറുകയാണ്. 15,000-ൽ പരം പാപ്പമാരാണ് തൃശ്ശൂർ നഗരത്തിനെ വർണ്ണാഭമാക്കാനായി എത്തിയിരിക്കുന്നത്. MS ലിഷോയ് ഉണ്ട്. ലിഷോയ്, ബോൺ നത്താലെ എവിടം വരെയായി? അങ്ങോട്ട് പോട്ടോ. അല്പസമയം മുമ്പാണ് ബോൺ നത്താലെയുടെ ഇത്തവണത്തെ ഫ്ലാഗ് ഓഫ് കർമ്മം പൂർത്തിയായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ബോൺ നത്താലെ ആ ഒരു റാലി നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിന് തൊട്ടുപുറകിൽ മറ്റ് പാപ്പമാരൊക്കെ തന്നെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആകർഷണം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. യാതൊരു വിധത്തിലും ഒരു വേർതിരിവുകളുമില്ലാതെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഈ ഒരു കൂട്ടായ്മ, അതാണ് ഈ ബോൺ നത്താലെയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ 2013 തുടങ്ങിയത്. അതിനുശേഷം ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ളവ ഇത് നേടുകയും ചെയ്ത ഏറ്റവും അധികം പാപ്പമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലി നടത്തി. അതിന് ആണ് ഇത്തരത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡൊക്കെ ലഭിച്ചത്. അതിനുശേഷം എല്ലാ തവണയും, കോവിഡ് കാലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തവണയും ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെ. ഇപ്പോൾ കുതിരവണ്ടിയിൽ ക്രിസ്മസ് പാപ്പമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ നഗരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പുറകിൽ ഒട്ടകവും അതുപോലെ തന്നെ അറബികളും ഒക്കെ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു ബോൺ നത്താലെയുടെ മാറ്റുകൂട്ടുന്നതാണ്. ആ ദൃശ്യ മികവ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ദൃശ്യചാരുത എല്ലാവരിലേക്കും എത്തിക്കുക തന്നെയാണ്. അതിനോടൊപ്പം തന്നെ തൊട്ടുപുറകിൽ ഇവിടെ നിന്നാണ് ഈ പാപ്പമാരുടെ എല്ലാം തന്നെ വരവ് തുടങ്ങുന്നത്. അമ്മാടം പ്ലോട്ടാണ് ആദ്യമായി, അമ്മാടത്ത് നിന്നുള്ള ക്രിസ്മസ് പാപ്പമാരാണ്, അവരടങ്ങുന്ന സംഘമാണ് ആദ്യമായി വരുന്നത്. അപ്പോൾ പല ഇടങ്ങളിലായി ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് പലയിടങ്ങളിലായി സ്പീക്കറൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബോൺ നത്താലെക്ക് പ്രത്യേകം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗാനത്തിനൊപ്പം തന്നെ ചുവടുകൾ വെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അതാണ് ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ ആട്ടവും പാട്ടും മാത്രമാണ്. വ്യത്യസ്ത ഇനം ക്രിസ്മസ് പാപ്പമാരെ കാണാം. അങ്ങനെ വളരെയേറെ വൈവിധ്യം നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ പുറകിലുള്ള ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം 15,000-ലധികം ക്രിസ്മസ് പാപ്പമാരാണ് ഇത്തവണയും പങ്കെടുക്കുന്നത്. ആ ക്രിസ്മസ് പാപ്പമാരൊക്കെ തന്നെ ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി നേരെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ അതിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഈ ക്രിസ്മസിൻ്റെ ഒരു സമാപനം കുറിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് ഈ ക്രിസ്മസ് പാപ്പമാരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ്. എല്ലാ തവണയും ആട്ടവും പാട്ടും ഒക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ എവിടെ നിന്ന്? ഞാൻ ചിറ്റാട്ടുകര. അപ്പൊ ഇത്തവണത്തെ ഒരു സ്പെഷ്യൽ എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ? ഇതൊക്കെ തന്നെ ഡാൻസും ഇതൊക്കെ ഉണ്ടോ? ഡാൻസ് എല്ലാം ഉണ്ട്. അച്ഛൻ ഡാൻസ് കളിക്കണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട്. ആവശ്യം വന്നാൽ ഡാൻസ് കളിക്കും. അതാണ്, ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരും ഡാൻസ് കളിക്കും. അതിനോടൊപ്പം തന്നെ പുറകിൽ കാഴ്ചകളൊക്കെ തന്നെ ഉണ്ട്. കുഞ്ഞു ക്രിസ്മസ് പാപ്പന്മാർ മുതൽ വളരെ മുതിർന്ന ക്രിസ്മസ് പാപ്പന്മാർ വരെ ഈ ഒരു ബോൺ നത്താലെയുടെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടായ്മ തന്നെയാണ്. കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ്. അതായത് 15,000-ലധികം ക്രിസ്മസ് പാപ്പമാരെയൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയും വലിയൊരു ശ്രമകരമായൊരു കാര്യം തന്നെയാണ്. അതൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവരൊക്കെ തന്നെ എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം കുഞ്ഞു കുട്ടികളാണ്. ആ കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. അവരെല്ലാവരും തന്നെ ഇങ്ങനെ ആ ഒരു സമയത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. ഇനിയിപ്പോൾ പാട്ട് വയ്ക്കാനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ ബോൺ നത്താലെയുടെ ഗാനം അത് വെച്ച് കഴിഞ്ഞാൽ അതിനൊത്ത് ഈ ചുവടുകൾ വെക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആവേശം നിറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി അല്പദൂരം കൂടിയേ ഉള്ളൂ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി. സ്വരാജ് റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാലാണ് ആ ബോൺ നത്താലെ അതിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ചയിലേക്കൊക്കെ തന്നെ എത്തുക. മാത്രമല്ല 15-ലധികം പ്ലോട്ടുകളുമുണ്ട് ഇത്തവണ. AI പ്ലോട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്ലോട്ടുകളുണ്ട്. ഈ ശ്രമകരമായ ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ പ്രായക്കാരെയും നമുക്ക് അവിടെ കാണാം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ആളുകൾ വരെ, ആ ബോൺ നത്താലെയുടെ തുടക്കത്തിലുള്ളത് വീൽ ചെയറിലിരിക്കുന്ന ആളുകൾ വരെയാണ്. അവരെ തുടങ്ങി എല്ലാവരുമുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ആ നാട് ഒന്നിച്ച് ഈ ആഘോഷങ്ങളുടെ ആഘോഷ പുലരിയുടെ അവസാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് തിരികെ